ടൈം വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പ്രധാനമന്ത്രി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് 24 മണിക്കൂർ കൊണ്ട് ഹമാസിന്റെ ആ രാജ്യം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്നാണ് ലോകത്തിന് വിളിച്ചു പറഞ്ഞത്. ഇന്നേക്ക് വർഷം 2 ഹമാസിന്റെ കുറേ കുഞ്ഞു കുരുന്നുകൾ, പാല് കുടി മാറാത്ത കുരുന്നുകളേണ്ട 50,000-ൽ പുറത്ത് ഈ കുഞ്ഞുങ്ങളെ മാത്രം ഇവന് കൊല്ലാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പൊടി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് അള്ളാഹു താലാര അനുഗ്രഹത്തോടാണ് അത് മരണപ്പെട്ടത്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ആ രാജ്യത്തേക്ക് ഈ വെള്ളം നിഷേധിക്കപ്പെട്ടു. നെതന്യാഹു അവിടുത്തെ ആ രാജ്യത്തെ പിള്ളേരും കുട്ടിയും എല്ലാ പേർക്കും അവൻ വെള്ളം പോലും നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു തുള്ളി വെള്ളം അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ നനയ്ക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം കൊണ്ടെത്തിച്ചു. പക്ഷേ അവനൊപ്പം കുറേ ആൾക്കാർ, കുറേ രാജ്യക്കാർ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അള്ളാഹു താല 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തെ ശക്തമായ മഴയുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ആ പിള്ളേർ ഈ മഴവെള്ളം കുടിക്കുകയും കുളിക്കുകയും നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്ത ഒരു സാഹചര്യം പിന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഇത് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റബ്ബ് നമുക്ക് കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നമ്മൾ പഠിക്കണം. കാര്യം ഈ പ്രധാനമന്ത്രി, ഇസ്രയേലിലെ പ്രധാനമന്ത്രി, അവൻ യഥാർത്ഥ ഷെയ്ത്താനാണ്. അവൻ യഥാർത്ഥ മനുഷ്യനല്ല, മനുഷ്യക്കോലത്തിൽപ്പെട്ടതല്ല. കാര്യം ഇവന് കിടക്കാൻ വേണ്ടി ഒരു അഭയം കൊടുത്തത്, ഈ അഭയം കൊടുത്ത ആ കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ, ഈ അമേരിക്കൻ പ്രസിഡന്റ് കൂടെ ചേർന്ന്, ഇവനും കൂടെ ചേർന്ന് ഈ നമ്മളെ ഇറാൻ ആക്രമിക്കാൻ, ഇറാന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇറാന് നേരെ ഉയർത്തുകയും ഇറാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഹൂത്തികളെ നശിപ്പിക്കാനും ആ രാജ്യം ഇല്ലാതായി കളയാനും വേണ്ടി ഇവർ നല്ലവണ്ണം ശ്രമം നടത്തിക്കൊണ്ട് അതും ഫലിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന ഖത്തറിൽ കൊണ്ട് ബോംബിട്ട്. ഈ ഖത്തറിൽ ബോംബിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖത്തർ എന്നുള്ള മൊത്തം 60ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇവന്മാർ ഒന്ന് ആഞ്ഞു തുപ്പിയാൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടുന്ന് ആഞ്ഞു തുപ്പിയാൽ ആ തുപ്പലിന്റെ കൂടെ ഇവൻ ഒഴുകി പോകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് പോലും ഇവർ കഴിയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ പ്രധാനമന്ത്രി പറഞ്ഞത്, എനിക്ക് ഈ അറബ് രാജ്യങ്ങൾ, അറബ് കൺട്രികൾ ഇസ്രയേലിന് നേരെ കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ട് ഈ ഇറാനെയോ മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ട കാരണം, ഇത്രയും മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായതിലും ഒരെണ്ണത്തിന് ഒരു സംഘടിതമായ മനോഭാവം ഇല്ലാത്ത ഒരു സാഹചര്യമായി പോയത്. കാരണം ഇതിനൊക്കെ ഈമാന്റെ തകരാറാണ്. ഈമാന്റെ തകരാറ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഇവൻ അടിച്ച് രാജ്യം നശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമല്ല. പക്ഷെ ഇവരെല്ലാം ഈ മറ്റ് ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുകയും അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് വേണ്ടി നന്നാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം നിങ്ങൾ അറബ് ലോകങ്ങൾ അത് വ്യക്തമായി കാണണം, മനസ്സിലാക്കണം. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. അതായത് ഈ ഹമാസിന്റെ ആ രാജ്യം നിലനിർത്താൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ സഹായങ്ങൾ, അല്ലെങ്കിൽ വാക്കുകൾ, അല്ലെങ്കിൽ പ്രവർത്തികൾ കൂടി ആ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഓരോ മോമിനിയങ്ങൾക്കും ബാധ്യതയാണ്. അത് നാളെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇവൻ ഒരു കാലത്ത് ഈ ഷെയ്ത്താനെ സഹായിക്കാൻ നിങ്ങൾ ആരും തയ്യാറാവല്ല് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ടൈം വീഡിയോയിലേക്ക് സ്വാഗതം.